അടക്കമുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ സന്ദേശം സ്വീകരിക്കുകയും ഖുർആനിൻ്റെ വാഹകരാകുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ പ്രചാരണ രംഗത്ത് പോലും അത്തരം ആളുകൾ ഇന്ന് വളരെ പ്രസിദ്ധരായി തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ഉദാത്തമായതിലേക്കാണ് ഖുർആൻ മനുഷ്യന് മാർഗദർശനം നൽകിയിട്ടുള്ളത്. മനുഷ്യജീവിതത്തിൻ്റെ ഏത് മേഖലകൾ നമ്മൾ പരിശോധിച്ചാലും ഖുർആൻ അവതരിപ്പിക്കുന്നത് സമാധാനവും സഹകരണവും സ്നേഹവും ഐക്യവും ശാന്തിയും നൽകുന്ന സന്ദേശമാണ്. ഏത് മേഖല പരിശോധിച്ചാലും അതെല്ലാം തന്നെ മനുഷ്യർക്ക് ഗുണകരമല്ലാതെ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു അധ്യാപനം മാനവികതയ്ക്ക് നിരക്കുന്നതല്ല, മനുഷ്യൻ്റെ നന്മയ്ക്ക് യോജിക്കുന്നതല്ല, മനുഷ്യൻ്റെ പുരോഗതിക്ക് എതിരാണ് എന്ന് പറയാവുന്നത് കണ്ടെത്താൻ ആർക്കും സാധ്യമല്ല. സത്യസന്ധമായ രൂപത്തിൽ ഖുർആൻ പഠിക്കുന്ന, നിഷ്പക്ഷമായി ഖുർആനിൻ്റെ സന്ദേശങ്ങൾ വിലയിരുത്തുന്ന ഏതൊരു വ്യക്തികളും ഈ കാര്യം വ്യക്തമായും മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആധുനിക മനുഷ്യന് വേണ്ടിയുള്ള ഗ്രന്ഥമാണ്. ഖുർആനിൻ്റെ സന്ദേശമാണ് ഇന്ന് നിലവിലുള്ള ധാർമ്മിക മൂല്യങ്ങളിൽ, മാർഗങ്ങളിൽ മനുഷ്യനെ അത്യുന്നതിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായി നിലനിൽക്കുന്നത്. ആ വഴി സമൂഹത്തിനു മുമ്പിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ആ കവാടത്തിലേക്ക് ആർക്കും കയറി വരാം. ഈ കവാടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എത്തിച്ചേരുന്നത് മരണാനന്തര ജീവിതത്തിലുള്ള ശാശ്വത സമാധാനത്തിലേക്കും നിർഭയത്വത്തിലേക്കുമായിരിക്കും, ഒരിക്കലും നഷ്ടത്തിലേക്കല്ല, പരാജയത്തിലേക്കല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പരുന്തിൻ്റെ ഒരു മുട്ട കാക്കയുടെ കൂട്ടിൽ വളർന്നു. ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞ് അത് തൻ്റെ മാതാവായി തനിക്ക് തോന്നിയിട്ടുള്ള കോഴിയെ പോലെ ചിന്തിപ്പെറുക്കിക്കൊണ്ട് തിന്നു നടക്കുകയാണ്. അപ്പോഴാണ് വിദൂരത്തു നിന്നൊരു പരുന്ത് കാണുന്നത് തൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കുഞ്ഞ് കോഴിക്കൂട്ടത്തിൽ നടക്കുന്നത്, കോഴിയെപ്പോലെ ജീവിക്കുന്നത്. അത് വന്നതിനോട് ഉപദേശിച്ചു, നീ ഈ വർഗത്തിലല്ല, എൻ്റെ കുടുംബത്തിലെ അംഗമാണ് നീ ഒന്ന് കാലൂന്നി ചിറക് വിരിച്ചൊന്ന് പറന്നു നോക്കൂ, എന്നെപ്പോലെ പറക്കാൻ കഴിയും. അത് കേട്ടപ്പോൾ ഇല്ല, ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കി മടിച്ചു നിന്നു. പലതവണ ഉപദേശിച്ചു, പലതവണ ആവർത്തിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരു തവണ കാലൂന്നി ചിറകടിച്ചൊന്ന് പറന്നു. അപ്പോൾ മനസ്സിലായി, ശരി, ഞാൻ ചിറക് വെച്ച് ഉയരങ്ങളിലേക്ക് പറന്ന് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തേണ്ടവനായിരുന്നു. ഇത്രയും കാലം ഇത് മനസ്സിലാക്കാതെ, അറിയാതെ, ഈ ഉത്കൃഷ്ടമായ ജീവിതത്തെപ്പറ്റി പഠിക്കാതെ, ചിന്തിക്കാതെ, കുടുംബത്തിൻ്റെ കൂടെ, എത്തിപ്പെട്ട സമൂഹത്തിൻ്റെ കൂടെ, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിനനുസൃതമായി തന്നെ ഇങ്ങനെ ജീവിച്ചു പോയില്ലേ എന്ന ദുഃഖത്തോടുകൂടെ അവരിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, ഇല്ല, നിങ്ങളോട് സലാം, ഞാൻ ഉന്നതങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ആ പരുന്തിൻ്റെ കുഞ്ഞ് ഉയരങ്ങളിലേക്ക് പറന്നുപോയതുപോലെ നമ്മുടെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ചുറ്റുപാടുകളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാൾക്ക്, സൂക്ഷ്മമായി ഖുർആനിൻ്റെ സന്ദേശം പഠിക്കുന്ന ഒരാൾക്ക് ചിറക് വെച്ച് പറക്കാൻ സാധിക്കും. സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക്, ശാന്തിയുടെ ഗേഹത്തിലേക്ക്, സമാധാനവും ശാന്തിയും ലഭിക്കുന്ന ആ സ്വർഗീയമായ ജീവിതത്തിലേക്ക്. ഇതിനുള്ള ശ്രമങ്ങൾ എല്ലാ ആളുകളിൽ നിന്നും ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹീതരായ, സത്യസന്ധരായ, നല്ലവരായ ആളുകളായി ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.